പറയട്ടെ. അതായത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. ഒന്ന്. രണ്ട്, നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും. ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. മൂന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും കൂടെ താല്പര്യമെടുത്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഓക്കെ. പലരുടെയും അവകാശവാദങ്ങൾക്കും പലരുടെയും സംശയങ്ങൾക്കും പലരുടെയും പരാതികൾക്കും ഒക്കെയുള്ള മറുപടി, എല്ലാത്തിനുമുള്ള മറുപടി ഒരുമിച്ച് രാഹുൽ മാങ്കൂട്ടം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, ഈ രാഷ്ട്രീയ പക്വത എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ് രാഹുലിനുള്ളതും മറ്റു പലർക്കും ഇല്ലാത്തതും. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിൽ ചില പക്വതകളും ചില മാന്യതകളും ചില ബുദ്ധിപരമായ നീക്കങ്ങളും ഒക്കെ അതിലുണ്ട്. അതിൽ ചിലർക്കൊക്കെ ഇല്ലാത്തതും ചിലർ അന്തംഗമ്മികളെ പോലെ വിടുവായുത്തം വിളിച്ചു പറയുന്നതും ഒക്കെ കാണുമ്പോൾ ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വ്യത്യസ്തനാവുന്നത്. നമ്മുടെ നാട്ടില് ഈ മുഖ്യധാര മാധ്യമ പ്രവർത്തകർക്കടക്കം പല പരാതികളായിരുന്നു. എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന വിവാദങ്ങളെ കുറിച്ചൊന്നും പ്രതികരിക്കാത്തത്? എന്തേ ഈ പുറത്തു വരുന്ന തെളിവുകളെ ഒന്നും നിഷേധിക്കാത്തത്? ആ ഓഡിയോ ക്ലിപ്പുകൾ തൻ്റേതല്ലെന്ന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പറയുന്നില്ല? എന്തേ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ മാനനഷ്ട കേസ്, ഡിഫാമേഷൻ കേസ് കൊടുക്കുന്നില്ല? എന്തേ രാഹുൽ മാങ്കൂട്ടം ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഉത്തരം പറയുന്നില്ല, രാഹുൽ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ പരാതികളായിരുന്നു എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ രാഹുലിനെ കടിച്ചു കീറാൻ വേണ്ടിയുള്ള ന്യായീകരണങ്ങൾ ഇങ്ങനെ പലരും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുണ്ടാക്കിയത്, ഇതിനെയൊന്നും വാർത്തകൾ എന്ന് പറയാൻ പറ്റില്ല. ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അതിലെ അവതാരകയുടെ അല്ലെങ്കിൽ അതിലെ വ്യക്തികളുടെ, എഡിറ്റർമാരുടെ ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അത് പൊതുവാർത്തയാക്കി ചിത്രീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവർക്കുള്ള മറുപടി, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്വീകാര്യമായ മറുപടി തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനിയിപ്പോ ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും കരയാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? എല്ലാം വരുന്നുണ്ട്, അവറാച്ച പണി വരുന്നുണ്ട്. തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും ഉള്ള പണി തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഈ സ്ത്രീകളെ കണ്ടിട്ട് ഇറങ്ങിയതാണ് എന്നൊക്കെ പറയുന്നവർക്കുമുള്ള പണി വരുന്നുണ്ട്. എല്ലാവർക്കും പണി തിരിച്ചു തരും. അങ്ങനെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം ഉണ്ടായത് എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന ആളുകളുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പരാതികൾ, ആക്ഷേപങ്ങൾ എന്നൊക്കെ പറയുന്നത്, രാഹുൽ എന്തേ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകളൊന്നും തൻ്റേതല്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ എന്തേ ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള മറുപടി ഉണ്ട്. കാരണം ഇതിനൊക്കെ മറുപടി പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ പോക്ക് എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അത് ഈ കാര്യത്തില്, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്, ഈ വിവാദങ്ങളില്, ഈ ആരോപണങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രൊസീജിയറും ഒരു നടപടിക്രമങ്ങളും ഒക്കെയാണ് ഈ കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? കേരളത്തിൽ ഇന്ന് വരെ ഇത്തരത്തിൽ ഒരു പരാതിക്കാരിയില്ലാതെ മൂന്നാം കക്ഷികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതുപോലെ സ്വമേധയാ ഒക്കെ കേസെടുത്ത് പരാതിക്കാരെ കണ്ടെത്താനും ഇറങ്ങി തിരിച്ച ഒരു അന്വേഷണ സംഘത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോ പോലീസ് ഇതിലൊരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ഈ എക്സ്ട്രാ ഇൻട്രസ്റ്റിന്റെ വഴിയിൽ പോലീസ് സഞ്ചരിക്കുമ്പോൾ പോലീസ് എവിടെ വരെ എത്തുമെന്ന് നോക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് തോക്കിൽ കയറി വെടിവെക്കാതെ അത് ആ ഒരു അന്വേഷണത്തെ യാതൊരു രീതിയിലും സ്വാധീനിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തു എന്നുള്ള ഒരു രീതിയിലുള്ള പരാതികളും അത്തരത്തിലൊരു വാദങ്ങളും ഉയർത്തിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. എന്നിട്ട് രാഹുൽ മാറി നിന്ന് കൈ കെട്ടി നോക്കി നിൽക്കുക. എവിടെ വരെ ഓടും? തുള്ളിയാലും മുട്ടോളം, പിന്നെ തുള്ളിയ ചട്ടിയിൽ എന്ന് പറയാറില്ലേ, അത് തന്നെയാ. നിങ്ങൾ എവിടം വരെ ഓടും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഈ തുള്ളൽ എവിടെ വരെ പോകുമെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് കൈകെട്ടി മാറി നിന്ന് വീക്ഷിക്കുന്നത് കാര്യങ്ങൾ.
നിങ്ങൾ എവിടെ വരെ എത്തൂല. രാഹുലിന്റെ മുട്ടോളം പോയിട്ട് അയാളുടെ ചെരുപ്പിന്റെ അത്രത്തോളം പോലും നിങ്ങൾക്ക് തുള്ളാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പരാതി ഇല്ലാതെ പരാതിക്കാരെ കണ്ടെത്താനും തെളിവുകൾ കണ്ടെത്താനും നിങ്ങൾ കണ്ടതല്ലേ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എവിടെ വരെ പോയി? ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, തിരുവനന്തപുരം, കോഴിക്കോട്, അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ, അങ്ങനെ എല്ലായിടത്തേക്കും പോലീസ് എത്തിയില്ലേ, അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയില്ലേ? എന്നിട്ട് എന്തേ അവിടെ നിന്നൊക്കെ തെളിവുകൾ ശേഖരിച്ചിട്ട് ഇനി നിമിഷം വരെ ഈ പറയുന്ന പോലീസുകാർക്ക് രാഹുലിന്റെ അടുത്തേക്ക് എത്താൻ കഴിയാത്തത്? അയാളുടെ വീട്ടുപടിക്കലേക്കോ അയാളുടെ MLA ഓഫീസിന്റെ ഗേറ്റിനടുത്തേക്ക് പോലും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിക്കാത്തത് എന്താ? അപ്പൊ അതാണ് നോക്കി നിൽക്കുന്നത് എവിടെ വരെ എത്തും നിങ്ങളെന്ന്. അത് കഴിഞ്ഞിട്ട് വേണം രാഹുലിന്റെ യുദ്ധം തുടങ്ങാൻ. എന്താണെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത്. മാനനഷ്ട കേസൊക്കെ പിറകെ വരുന്നുണ്ട്. ഇനി അതും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ബോംബല്ല, ബോംബിന്റെ മേലെ പൊട്ടിച്ചാലും എല്ലാ കാര്യങ്ങളും കലക്കി തെളിയിച്ചെടുക്കും. നിങ്ങൾ എത്രത്തോളം കലക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് നിങ്ങളായിരിക്കില്ല. ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. നല്ല ഒന്നാം തരം ചൂണ്ട അയാളുടെ കയ്യിലുണ്ട്. ആ ചൂണ്ട ഇട്ടുകൊണ്ട് അയാൾ മീൻ പിടിക്കും. നിങ്ങൾ കലക്കും, വെള്ളം കലക്കും, മീൻ നിങ്ങൾക്ക് കിട്ടൂല. ആ മീൻ കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാ. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് പരാതികളൊന്നുമില്ല, ഞാൻ നിയമ നടപടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവായിട്ട് ഇങ്ങനെ പല്ലൊളിച്ച് കാണിച്ചു കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കേണ്ട. നിയമ നടപടിക്ക് നിങ്ങൾ വിധേയായേ പറ്റൂ. അതിനുള്ള പണി വരുന്നുണ്ട് അവറാച്ച. മാനനഷ്ട കേസ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങള് എല്ലാവരുടെയും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നില്ലേ? കേസ് എടുക്കുന്നു, അന്വേഷണം നടത്തുന്നു, നിങ്ങൾ തന്നെ പോലീസിനെ തെളിവുകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ആദ്യം പറഞ്ഞു ഹൈദരാബാദിലുണ്ടെന്ന്, പോലീസ് അത് കേട്ട് ഹൈദരാബാദിലേക്ക് പോയി. അത് കഴിഞ്ഞ് പറഞ്ഞു അല്ല ബാംഗ്ലൂരാണ്, ബാംഗ്ലൂരിലേക്ക് പോയി. അല്ല തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്തേക്ക് വന്നു. അല്ല കോഴിക്കോടാണ്, കോഴിക്കോട്ടേക്ക് പോയി. എവിടെയൊന്നും ഒന്നും കിട്ടിയില്ല. പിന്നെ നിങ്ങൾ കുറെ സ്ക്രീൻഷോട്ടുകള്, പിന്നെ കുറെ ഓഡിയോ ക്ലിപ്പുകള്, ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് രാഹുലിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാനും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇവർ ഈ നിമിഷം വരെ രാഹുലിന്റെ പഠിക്കലേക്ക് എത്താത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടം ഈ പോലീസിനെയും ഈ സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയെ, എതിർചേരിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവര് വിളിപ്പിക്കും, അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇതേ സ്വഭാവത്തിലുള്ള ഒരു ആരോപണം മുകേഷിനെതിരെ ഉയർന്നപ്പോ മുകേഷിനെ പോലീസ് ചോദ്യം ചെയ്തില്ലേ? മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നിട്ടില്ല. അയാൾ ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയല്ലോ, അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ, ചോദ്യം ചെയ്യുകയും ചെയ്തല്ലോ. രാഹുലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ അത് എന്തുകൊണ്ടാ? മുകേഷിന്റെ കാര്യത്തില് എത്രമാത്രം അത് ഒഴിവാക്കി വിടാനുള്ള തത്രപ്പാടുകൾ അല്ലെങ്കിൽ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവും. പോലീസ് അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നില്ലേ? പ്രോസിക്യൂഷൻ ഈ പറയുന്ന മുകേഷ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയപ്പോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ള വാദങ്ങൾ എന്തെങ്കിലും ഉയർത്തിയോ? ഒന്നുമില്ല. മുൻകൂർ ജാമ്യം നൽകിക്കോട്ടെ എന്നല്ലായിരുന്നോ പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിലപാട്? അപ്പോ മുകേഷിനെ സംരക്ഷിച്ച് പിടിക്കാൻ അത്രയൊക്കെ ചെയ്തിട്ടും ഗതിയില്ലാതെ, വേറെ വഴികളില്ലാതെ അയാളെ ചോദ്യം ചെയ്യുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും FIR-ഉം അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നില്ല പോലീസിന്. എന്ത് രാഹുലിന്റെ കാര്യത്തിൽ ഇത്ര എക്സ്ട്രാ ഇൻട്രസ്റ്റ് എടുത്തിട്ടും, രാഹുലിനെ എതിരെ സ്വമേധയാ കേസ് എടുത്തിട്ടും FIR രജിസ്റ്റർ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇനി നിമിഷം വരെ രാഹുലിന്റെ അടുത്തേക്ക് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിയാത്തത്? ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് എന്ന് പറയുന്ന ആള് തന്നെ ഈ പോയിട്ട് മൊഴി നൽകുകയും അതുപോലെ തെളിവുകൾ, സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഹാജരാക്കിയില്ലേ? ആ തെളിവുകളൊന്നും പോരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ? പോരാ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആ പറഞ്ഞ മൊഴിയും ആ പറഞ്ഞ സ്ക്രീൻഷോട്ടും എടുത്തിട്ട് പോലീസ് നിയമവിദഗ്ധരുടെ അടുത്തേക്ക് ഓടിയത്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ നിയമവിദഗ്ധരോട്? അവർ കൊടുത്ത മറുപടി എന്താ? ഇതൊന്നും വെച്ച് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ?
അതുകൊണ്ടല്ലേ രാഹുലിന്റെ അടുത്തേക്ക് ഇപ്പോഴും എത്താത്തത്. അതോ രാഹുൽ മാങ്കൂട്ടമാണോ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി? മനസ്സിലായില്ലേ? അപ്പോ പണികൾ വരുന്നുണ്ട് അവറാച്ച. ഒന്നും വിട്ടുകളഞ്ഞതോ ഒന്നും വേണ്ടെന്ന് വെച്ചതോ ഒന്നുമല്ല. ഒരു സാവകാശം. ഈ കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം, പിന്നെ തുള്ളിയാൽ ചട്ടിയില് എന്ന് പറയുന്ന രീതിയിൽ എവിടെ വരെ നിങ്ങൾ തുള്ളും, എന്തൊക്കെ ബോംബ് പൊട്ടിക്കും, നിങ്ങൾ ഏതൊക്കെ വെള്ളം കലക്കും, എങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ ശ്രമിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് നോക്കി നിൽക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ കലക്കുന്ന വെള്ളത്തിലെ മീന് അത് നിങ്ങൾക്ക് കിട്ടില്ല. ആ മീനിനെ രാഹുൽ തന്നെ ചൂണ്ടയിട്ട് പിടിക്കും. ഒരു തർക്കവും ഇല്ല. അതില് പണി വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ.